നമ്മൾ ഈ സമയങ്ങളിൽ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. തിരുവചനത്തിൽ ദാവീദ് രാജാവിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ദാവീദ് രാജാവിനെ കുറിച്ച് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ വ്യക്തി എന്നാണ് ദാവീദ് രാജാവിനെ കുറിച്ചുള്ള ബൈബിളിൽ പറയുന്ന വിശേഷണം. പക്ഷെ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ നിന്നും വീണുപോയിട്ടുണ്ട്, പാപം ചെയ്തിട്ടുണ്ട്, വഴിതെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദാവീദ് രാജാവിന് ദൈവം കൊടുത്ത വിശേഷണം കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തി എന്നാണ്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെ, അതിൻ്റെ കാരണം ദൈവ സാന്നിധ്യമുള്ളിടത്ത് ആരാധിക്കുമ്പോൾ ദാവീദ് രാജാവ് എല്ലാം മറന്ന് ആരാധിച്ചിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനടുത്ത് നിൽക്കുമ്പോൾ അടുത്ത് ആരെങ്കിലും നിൽക്കുന്നുണ്ടോ, ആരെങ്കിലും എന്തെങ്കിലും ചിന്തിക്കുമെന്നോ ഒന്നും നോക്കിയിട്ടില്ല. എല്ലാം മറന്ന്, ചുറ്റുമുള്ള എല്ലാ കാഴ്ചകളും മറന്ന് ദാവീദ് രാജാവ് ദൈവത്തെ ആരാധിച്ചിരുന്നു. ആ ഒരു കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു രാജാവ് എന്ന നിലയിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ സ്ഥാനം ഉള്ള വ്യക്തി എന്ന നിലയിൽ പോലും രാജാവ് നോക്കിയിരുന്നില്ല. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ കർത്താവിൻ്റെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. 2 കൊരിന്തോസ് 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ, ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. നമുക്ക് ആ വചനം ഒന്ന് ഏറ്റുചൊല്ലാം, കരങ്ങൾ ഉയർത്തി. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ബലഹീനനായിരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കഴിവിനും നമ്മുടെ അറിവിനും നമ്മുടെ ബുദ്ധിക്കും ഒക്കെ പരിധി വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം എത്തിക്കഴിയുമ്പോൾ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതി വരുമ്പോഴാണ് നമ്മൾ ബലഹീനരായി പോകുന്നത്. ഒരു കടുത്ത സാമ്പത്തിക ഞെരുക്കം നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ ഞെരുങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ പിടുത്തം വിട്ടു നിൽക്കുന്ന സാഹചര്യങ്ങൾ നമ്മളുണ്ടാകുമ്പോൾ നമ്മൾ ബലഹീനരായി പോകാറുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം വന്ന് നമ്മളെ ഞെരുക്കി കഴിയുമ്പോൾ ആത്മീയമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തളർന്നു പോയി കഴിയുമ്പോൾ ഇനി ഒരു വഴിയില്ലാന്ന് തോന്നുമ്പോൾ നമ്മൾ ബലഹീനമായി പോയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് ബലഹീനമായ സാഹചര്യങ്ങളും അവസ്ഥകളും. എല്ലാ തരത്തിലും ഞെരുക്കപ്പെട്ടും പോയിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കാരണം അവിടെ ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ബലഹീനതകളും ദൈവകരങ്ങളിലേക്ക് നമുക്ക് എടുത്ത് പ്രാർത്ഥിക്കാം, ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ ബലഹീനതകളിലേക്ക് നമ്മുടെ അറിവോ ബുദ്ധിയോ കഴിവോ ഒന്നുമല്ല കടന്നു വരേണ്ടത്. ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും. ഈ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. കാരണം ഒരു വിശ്വാസിയുടെ ബലഹീനതയിൽ പോലും ദൈവത്തിൻ്റെ ശക്തി പ്രകടമാക്കാൻ കഴിയുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ ആണ് ശക്തനായിരിക്കുന്നത്. എൻ്റെ ശക്തിയല്ല അത്, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാണത്. എൻ്റെ കഴിവല്ല അത്, അതെൻ്റെ ദൈവത്തിൻ്റെ കഴിവാണ്. എൻ്റെ ബുദ്ധിയിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റെ ദൈവം തരുന്ന ജ്ഞാനത്തിലാണ്. ഈ സമയങ്ങളിൽ നമ്മുടെ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ വേദനകളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും വേറെ ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അത് നമ്മുടേത് മാത്രമാണ്. പക്ഷെ നമ്മുടെ ദൈവത്തിനത് മനസ്സിലാകും. ആ ദൈവകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ബലഹീനതകളും കുറവുകളും നമുക്ക് ഈ സമയങ്ങളിൽ കൊടുക്കാം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈശോയുടെ വചനം നമ്മളോട് പറയുന്നു, നിനക്കെൻ്റെ കൃപ മതി.
വേറൊന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല. നിനക്കെൻ്റെ കൃപ മതി. കൃപയുള്ളിടത്ത് സൗഖ്യമുണ്ട്, കൃപയുള്ളിടത്ത് മാറ്റമുണ്ട്, കൃപയുള്ളിടത്ത് സമാധാനമുണ്ട്. എൻ്റെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. എൻ്റെ രോഗാവസ്ഥകളിൽ കർത്താവിൻ്റെ സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം. കാരണം അവൻ റാഫയാണ്, സൗഖ്യദായകനാണ്. അവനെ സാധിക്കുള്ളൂ. എൻ്റെ മുറിവുണക്കാനായിട്ട് അവനെ സാധിക്കുള്ളൂ. മറ്റാർക്കും മനസ്സിലാകാത്ത എൻ്റെ വേദനകളിലേക്ക് കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. ഈശോയെ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ തകർന്നു പോയ കുടുംബ ബന്ധങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകളെ ഈ സമയങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരങ്ങളിൽ ഈശോയെ ഇനി ഒരു വഴിയില്ല മുമ്പോട്ട് പോകാനായിട്ട്, ഒരു സാധ്യതയുമില്ല മുമ്പോട്ട് പോകാനായിട്ട്. സഹായിക്കാൻ ആരുമില്ലെങ്കിൽ ഈ സമയങ്ങളിൽ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും. എനിക്ക് ഇടപെടാൻ എൻ്റെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം. ആ ദൈവത്തോട് നമുക്ക് ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കാം. മറ്റാരുമില്ലാത്തപ്പം, എല്ലാ തരത്തിലും ബലഹീനായി പോകുമ്പോ എന്റെ കർത്താവ് ശക്തിയായി കടന്നു വരും. എന്റെ ദൈവം കടന്നു വരും. എന്റെ കൂടെ അവൻ ഉണ്ടാകും. എന്റെ എല്ലാ ആവശ്യങ്ങളിലും അവനുണ്ടാകും. കരങ്ങൾ ഉയർത്തി ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഈശോയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ ഈ സമയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും ഞങ്ങൾ കൊടുക്കുന്ന കർത്താവേ, ഞങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളും സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ വേദനിക്കുന്ന അനുഭവങ്ങളെയും ഞങ്ങൾ ഈ സമയങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുത്തെ ഇടപെടലായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല കർത്താവേ, അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോയെ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ, സ്തുതിച്ചതുപോലെ എല്ലാ മറുതകളെ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങേ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഏക ആശ്രയമായ കർത്താവേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഈശോ, 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 ഈശോ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവേ, ഞങ്ങളുടെ ശക്തി ഞങ്ങൾ അങ്ങിൽ കണ്ടെത്തുന്നു കർത്താവേ. ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ദൈവമേ, ഞങ്ങളുടെ ശക്തിയുടെ സ്രോതസ്സായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ശക്തിയുടെ ഉറവിടമായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സമ്പത്ത് അവിടുന്നാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഈശോയെ. ഞങ്ങളുടെ സൗഖ്യം അവിടുന്നാണ് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. അവിടുത്തേക്ക് മാത്രം എല്ലാ മഹത്വവും കർത്താവേ, എല്ലാ ആരാധനയും അങ്ങേക്ക് കർത്താവേ, എല്ലാ സ്തുതിയും അങ്ങേക്ക് കർത്താവേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഈശോ, 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 ഈശോ. അത് മാത്രം മതി കർത്താവേ. ഞങ്ങൾ ഏറ്റുപറയുന്നു. ഉറച്ച വിശ്വാസത്തോടുകൂടി എല്ലാ ബലഹീനതകളുടെ മേലും ഈശോയെ നിൻ കൃപ മതിയേ
എനിക്ക്. മാത്രം മതിയപ്പാ. എൻ നൊമ്പരത്തിൽ എൻ വേദനയിൽ നിൻ കൃപ മതിയേ എനിക്ക്. എന്നാകുലത്തിൽ എൻ വേദനയിൽ നിൻ കൃപ മതിയേ എനിക്ക്. എന്നാകുലത്തിൽ എല്ലാ വേദനയിൽ അവിടുന്ന് മതി കർത്താവേ, ഞങ്ങൾ ഏറ്റുപാടുന്നു. എൻ രോഗങ്ങളിൽ എൻ സൗഖ്യങ്ങളിൽ കൃപ മതിയേ എനിക്ക്. എൻ രോഗങ്ങളിൽ എൻ സൗഖ്യങ്ങളിൽ എല്ലാ രോഗാവസ്ഥകളും കൊടുത്തുകൊണ്ട് എൻ ബലഹീനതയിൽ എൻ സൗഖ്യങ്ങളിൽ കൃപ മതിയേ എനിക്ക്. എന്റെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകളിൽ ബലഹീനതയിൽ എൻ സൗഖ്യങ്ങളിൽ കൃപ മതിയേ. എന്റെ കുറവുകളിലേക്ക് കർത്താവേ, എൻ ദുഃഖങ്ങളിൽ എൻ വേദനയിൽ നിൻ കൃപ മതിയേ എനിക്ക്. ഞങ്ങളെ പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്നു കർത്താവേ. എൻ വേദനയിൽ നിൻ കൃപ മതിയേ എനിക്ക്. നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ എനിക്ക്. നിൻ കൃപ മതിയേ, ഈശോയേ, കൃപ മതിയേ, നിൻ കൃപ മതിയേ എനിക്ക്. നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ എനിക്ക്. എൻ വേദനയിൽ എൻ നൊമ്പരത്തിൽ നിൻ കൃപ മതിയേ. സമസ്ത മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് വേദനയിൽ എല്ലാ വേദനകളും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ഈശോ എൻ രോഗങ്ങളിൽ ഈശോ സൗഖ്യങ്ങളിൽ നിങ്ങൾ പാടി പ്രാർത്ഥിക്കുന്ന ഈശോ എന്നാകുലത എൻ വേദനയിൽ എന്നാകുലത എൻ വേദനയിൽ കൃപ മതിയേ ഈശോയേ, കൃപ മതിയേ, വേദനകളെ ഓർത്ത് കൃപ മതിയേ എനിക്ക്. രോഗാവസ്ഥകളുടെ മേൽ, കൃപ മതിയേ, നിൻ കൃപ മതിയേ, സാമ്പത്തിക ഞെരുക്കങ്ങളുടെ മേൽ എനിക്ക്. നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ, നിൻ കൃപ മതിയേ എനിക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. യേശുവേ, എൻ ബാധ്യതയിൽ ഈശോയെ എൻ വേദനയിൽ കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. കൃപ മതിയേ എനിക്ക്. എൻ വേദനയിൽ ഈശോയെ എൻ നൊമ്പരത്തിൽ കർത്താവിന്റെ വചനം പറയുന്നു, എന്റെ കഠിന വേദനകൾ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അതിനാൽ എൻ്റെ പാപങ്ങളെ അവിടുന്ന് പിന്നിലെറിഞ്ഞു കളഞ്ഞ് എൻ്റെ ജീവനെ നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് രക്ഷിച്ചു. ഈശോയെ, ഈ സമയങ്ങളിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെട്ട എല്ലാ കുറവുകൾക്കും ബലഹീനതകൾക്കും
വീഴ്ചകൾക്കും, ഞങ്ങൾ കടന്നുപോയ എല്ലാ വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്കും അനുഭവങ്ങൾക്കും ഈശോയെ നന്ദി പറയുന്നു. കാരണം അതിലൂടെയും അങ്ങയുടെ മുഖം കാണുവാൻ ഞങ്ങൾക്കിടയായി കർത്താവേ. ഈശോയെ, ഞങ്ങൾ ഇന്നിവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതും ഒരു കാരണമായി തീർന്നു കർത്താവേ. അങ്ങയോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, അങ്ങയുടെ അടുത്തായിരിക്കുവാനായിട്ട്, അങ്ങയെ അന്വേഷിക്കുവാനായിട്ട്, അങ്ങയോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോയെ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വേദനകളെയും ദുഃഖങ്ങളെയും ഭാരങ്ങളെയും അസ്വസ്ഥപ്പെടുത്തുന്ന ചിന്തകളെയും എല്ലാം ഓർത്ത് ഈ സമയങ്ങളിൽ ഈശോയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ അറിയുന്നു കർത്താവേ, ഞങ്ങൾ ബലഹീനരാണ്. പക്ഷേ ഞങ്ങളുടെ ദൈവം അതിശക്തനാണ്. ഞങ്ങളുടെ ബലഹീനതകളെ അതിജീവിക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ സ്വന്തമാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളെ പൂർണ്ണമായിട്ടും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഈ സമയങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, അങ്ങേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഈശോയെ, എല്ലാ സ്തുതികളും അങ്ങേക്ക് മാത്രം കർത്താവേ, എല്ലാ പുകഴ്ചയും അങ്ങേക്ക് മാത്രം കർത്താവേ. ഞങ്ങൾ കരങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് അങ്ങേക്ക് വേണ്ടി മാത്രമായിരിക്കും കർത്താവേ. ഞങ്ങളുടെ നാവിൽ സ്തുതികൾ ഉയരുന്നുണ്ടെങ്കിൽ അത് ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി മാത്രമായിരിക്കും കർത്താവേ. അങ്ങയുടെ മഹത്വം കാണാൻ ഞങ്ങൾ കൃപ നൽകണമേ കർത്താവേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, എന്നെ നിത്യതയോടടുപ്പിക്കുന്ന കരങ്ങളെ ഹൃദയത്തോടെ എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. ഈശോയെ നന്ദി പറയുന്നു. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും ഒരുമിച്ച് നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യയാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ. ഉയർച്ചയിലും ഈശോയെ അങ്ങയോടൊപ്പം, താഴ്ചയിലും ഈശോയെ അങ്ങയോടൊപ്പം, മരണത്തിലും അങ്ങയോടൊപ്പം കർത്താവേ, ജീവനിലും അങ്ങയോടൊപ്പം കർത്താവേ. നിൻ സാന്നിധ്യം മതി. ഏറ്റുപാടാൻ നമുക്ക്. നാഥാ നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യരാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾ ഈശോയെ നാഥാ നന്ദി. നന്ദി പറയുന്നു. നിന്റെ മുഖം കാണുവാൻ ഉറപ്പായിട്ടും അതു നിമിത്തമായി ഈശോ, എല്ലാ കണ്ണുനീരിനും ഈശോയെ നന്ദി. നാഥാ നന്ദി. ഈശോ നിന്റെ സാന്നിധ്യമറിയാൻ ഉറപ്പായിട്ടും ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പു പോ ഈശോ ശോധനയിൽ ചൂളയതിൽ പൊന്നുപോലെ.
മരണത്തിലും ജീവനിലും സാന്നിധ്യം മതി. നാഥാ നിൻ സാന്നിധ്യം ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോ 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 ഈശോ. ഈശോ 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 ഈശോ. ശാന്തമായി നമുക്ക് ഇരിപ്പിടങ്ങളിലിരിക്കാം. കണ്ണുകളടച്ച് വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവേ നിന്റെ സാന്നിധ്യം മതി, കർത്താവേ നിന്റെ സാന്നിധ്യം മതി എനിക്ക് എന്ന് നമുക്ക് പറയാം. കർത്താവേ എനിക്ക് നിന്റെ കൃപ മതി, കർത്താവേ എനിക്ക് നിന്റെ അനുഗ്രഹം മതി, കർത്താവേ എനിക്ക് നിന്റെ സ്പർശനം മതി. കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കർത്താവേ, നിന്റെ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയം നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിന്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി എൻ്റെ ശരീരത്തിലെ കോശങ്ങളിലേക്ക് കടന്നു വരട്ടെ. നിന്റെ പരിശുദ്ധമായ സാന്നിധ്യം എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്ക് വ്യാപിക്കട്ടെ. സൗഖ്യദായകമായ സാന്നിധ്യം, ശക്തിദായകമായ സാന്നിധ്യം, കൃപ നിറഞ്ഞ സാന്നിധ്യം ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ തളർച്ചകളും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ, എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. രോഗത്തിൻ്റെ വേദനകൾ കർത്താവെ നീക്കിക്കളയണമേ. നിന്റെ സൗഖ്യദായകമായ സാന്നിധ്യം എൻ്റെ രോഗബാധിതമായ സെല്ലുകളിലേക്ക്, അവയവങ്ങളിലേക്ക് കടന്നു വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിനക്കൊരു നിമിഷം മതിയല്ലോ എന്നെ സുഖപ്പെടുത്താൻ, നിനക്കൊരു നിമിഷം മതിയല്ലോ എന്നെ ബലപ്പെടുത്താൻ. എൻ്റെ മനസ്സിൻ്റെ വേദന നീ കാണണമേ, എൻ്റെ ശരീരത്തിൻ്റെ നൊമ്പരം നീ കാണണമേ, എൻ്റെ ബന്ധനങ്ങൾ നീ കാണണമേ. യേശുവേ യേശുവേ, നിന്റെ സാന്നിധ്യം, ശക്തി നിറഞ്ഞ സാന്നിധ്യം, ശക്തി നിറഞ്ഞ സാന്നിധ്യം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ, ഒഴുകട്ടെ. സ്വർഗത്തിന്റെ ശക്തി ഒഴുകട്ടെ, ജീവന്റെ ആത്മാവ് ഒഴുകട്ടെ. കർത്താവേ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ നിന്റെ ശക്തി ഇപ്പോൾ അവരിലേക്ക് വ്യാപിക്കട്ടെ.
കർത്താവേ, രോഗങ്ങൾ നീക്കിക്കളയണമേ, വേദനകൾ നീക്കിക്കളയണമേ യേശുവേ. നിന്റെ പരിശുദ്ധ നാമത്തിൽ ഇപ്പോൾ തന്നെ അവരുടെ ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ, സൗഖ്യം വ്യാപിക്കട്ടെ, സൗഖ്യം സംഭവിക്കട്ടെ യേശു നാമത്തിൽ. തളർന്ന കരുകാലുകൾ ബലം പ്രാപിക്കട്ടെ, നട്ടെല്ലിന്റെ വേദന വിട്ടുപോകട്ടെ, തൊണ്ടയിലെ മുഴ വിട്ടുപോകട്ടെ, തലവേദന വിട്ടുപോകട്ടെ, കണ്ണിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ, കാലുകളുടെ തളർച്ച വിട്ടുപോകട്ടെ, ശരീരത്തിന്റെ ബാലൻസ് ഇല്ലായ്മ വിട്ടുപോകട്ടെ. യേശുവിന്റെ ശക്തി വ്യാപിക്കട്ടെ, യേശുവിന്റെ ആത്മാവ് വ്യാപിക്കട്ടെ, എല്ലാ ഹൃദയങ്ങളിലേക്കോ എല്ലാ ശരീരത്തിലേക്കോ ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. വിട്ടു പോകട്ടെ, മരണഭീതി യേശുനാമത്തിൽ വിട്ടു പോകട്ടെ, മരണഭയം വിട്ടു പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ജീവന്റെ നാഥാ, നിന്റെ മക്കളെ തൊടണമേ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. നീ തരിക കൃപമാരി പോലെ, നിന്നാത്മാവിനാൽ നിറയാ. നീ തരിക കൃപമാരി പോലെ, നിന്നാത്മാവിനാൽ നിറയാ. നീ തരിക കൃപമാരി പോലെ. ഹല്ലേലൂയ. കർത്താവേ, ശരീരം മുഴുവനും വലിഞ്ഞു മുറുകുന്നത് പോലെ വേദന അനുഭവിക്കുന്ന ഒരു മകന്റെ ശരീരത്തിലേക്ക് കർത്താവിന്റെ ശക്തി ഒഴുകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കർത്താവേ, ഇപ്പോൾ തന്നെ സൗഖ്യം നൽകണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, നന്ദി. നിന്റെ സാന്നിധ്യം ഒഴുകട്ടെ, നിന്റെ ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. കർത്താവേ, നെഞ്ചിന്റെ ഭാരം നീങ്ങി പോകട്ടെ യേശു നാമത്തിൽ. ഹൃദയ ഭാരങ്ങൾ വിട്ടു പോകട്ടെ, ഉറങ്ങാനുള്ള തടസ്സങ്ങൾ വിട്ടു പോകട്ടെ, ഉറങ്ങാനുള്ള തടസ്സങ്ങൾ വിട്ടു പോകട്ടെ, ഭയം വിട്ടു പോകട്ടെ. രാത്രിയിൽ ഞെട്ടി ഉണരുന്ന വ്യക്തികൾ സൗഖ്യം പ്രാപിക്കട്ടെ. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. ഏതെല്ലാം തരത്തിലുള്ള ഭാരങ്ങളുമായിട്ടാണോ വന്നിരിക്കുന്നത്, അവരെല്ലാ ഭാരങ്ങളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. താങ്ങാൻ ശക്തിയുള്ള കർത്താവിൻ്റെ കരങ്ങൾ ഇവിടെ ഉണ്ട്. ജീവിതത്തിൻ്റെ ഭാരം, മക്കളെക്കുറിച്ചുള്ള ഭാരം,
സാമ്പത്തിക ഭാരങ്ങൾ, പാപത്തിന്റെ ഭാരങ്ങൾ, എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കുവാൻ കഴിവുള്ള കർത്താവ് ഇവിടെയുണ്ട്. നിന്റെ ഹൃദയം തളർന്നിരിക്കുന്നത് നിന്റെ ദൈവം കാണുന്നു. നിന്റെ ജീവിതം മടുത്തുപോയ അവസ്ഥ നിന്റെ ദൈവം കാണുന്നു. നിന്റെ ശൂന്യത നിന്റെ കർത്താവ് കാണുന്നു. നിന്റെ സങ്കടങ്ങൾ നിന്റെ ദൈവം അറിയുന്നു. നിന്റെ നിസ്സഹായത നിന്റെ തമ്പുരാൻ അറിയാം. അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവന്റെ സാന്നിധ്യം നിന്റെ അടുത്തുണ്ട്. മറ്റാരേക്കാളും അടുത്ത് നിന്റെ ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ തൊമ്പരങ്ങൾ അവൻ അറിയുന്നു. കർത്താവേ, ഞാൻ എല്ലാം നിനക്ക് തരുന്ന ദൈവമേ, ഈ രാത്രിയിൽ ഏറ്റെടുക്കണമേ. ഈ രാത്രിയിൽ എന്നെ സ്വതന്ത്രമാക്കണമേ. ഈ രാത്രിയിൽ എന്നെ സുഖപ്പെടുത്തണമേ. എല്ലാവരും പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും വിടർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. തമ്പുരാന്റെ പരിശുദ്ധമായ സാന്നിധ്യം എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കട്ടെ. നൊമ്പരങ്ങൾ ഏറ്റെടുക്കട്ടെ. ബന്ധനങ്ങൾ തകർക്കട്ടെ. നുഖങ്ങൾ ഒഴിച്ചു മാറ്റട്ടെ. പുതുക്കത്തിന്റെ ആത്മാവ് വ്യാപിക്കട്ടെ. പുതിയ അഭിഷേകം, പുതിയ സന്തോഷം, പുതിയ സ്വപ്നങ്ങൾ, പുതിയ പ്രതീക്ഷകൾ അവൻ നിങ്ങൾക്ക് നൽകുന്നു. അവൻ നിങ്ങളോടൊപ്പമുണ്ട്. കൈവിടാത്ത ദൈവം, സർവശക്തനായ ദൈവം, നിത്യനായ പിതാവ്, ശക്തനായ ദൈവം, അവൻ നിന്നോട് കൂടിയുണ്ട്. അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരീരം മുഴുവനും ചുട്ടുപൊള്ളുന്ന അനുഭവം ഇടയ്ക്കുള്ളത് കൊണ്ട് അസ്വസ്ഥമായിരിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് വിടുവിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മകൾ ഒരു മത്സരത്തിൽ പരാജയപ്പെട്ട് അതിന് കിട്ടേണ്ട സമ്മാനം നഷ്ടപ്പെട്ടു. അതിന് കാരണക്കാരായി അധ്യാപകരോടുള്ള വിഷമം ക്ഷമിക്കാൻ കർത്താവ് ഒരു മകളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതിക്കുന്നു. ഇനി ഒരിക്കലും എനിക്കൊരു വീട് പണിയാൻ കഴിയില്ല എന്ന് ഓർത്ത് വിലപിക്കുന്ന ഒരു മകളുടെ നിലവിളി കേൾക്കുന്നു. കർത്താവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ. നിരന്തരമായ കുടുംബകലഹത്തിൻ്റെ അരൂപിയിൽ നിന്ന് വിടുതൽ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കലഹത്തിൻ്റെ അരൂപി കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ വരികൾ പാടാം. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ. കർത്താവേ, നിരന്തരമായ കലഹങ്ങളാൽ തളർന്നുപോയ മക്കൾ ഈ സമൂഹത്തിലുണ്ടല്ലോ. ദൈവമേ, പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ വഷളായ ബന്ധങ്ങൾ നീ രാത്രിയിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടണമേ. കർത്താവെ, കലഹത്തിൻ്റെ അരൂപിയെ നീ ശാസിച്ചകറ്റണമേ. കർത്താവെ, ബന്ധങ്ങളിൽ സമാധാനം നൽകണമേ. അകന്നുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവ് കുടുംബങ്ങളെ സന്ദർശിക്കട്ടെ. കർത്താവെ, വെറുപ്പ് വിട്ടുപോകട്ടെ, വാശി വിട്ടുപോകട്ടെ, മത്സരം വിട്ടുപോകട്ടെ. കർത്താവെ, നിരാശ വിട്ടുപോകട്ടെ. പുതിയ സ്നേഹം കൊണ്ട് ഹൃദയങ്ങൾ നിറയട്ടെ. ദാമ്പത്യ ബന്ധങ്ങൾ നിറയട്ടെ. മാതാപിതാക്കളും മക്കളും നമ്മളെ ബന്ധം കൂടിച്ചേരട്ടെ. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി വിടുതൽ ഉണ്ടാകട്ടെ. വിടുതൽ നൽകണമേ, വിടുതൽ നൽകണമേ. എല്ലാവരും ചേർന്ന് വിടുതൽ നൽകണമേ, വിടുതൽ
കർത്താവ്, ഈ രാത്രിയിൽ അങ്ങയുടെ വിടുതലിന് വേണ്ടി കണ്ണുനീരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അനേക കുടുംബങ്ങൾ വർഷങ്ങളായി സാമ്പത്തികമായി ബാധ്യതകളാൽ ഞെരുങ്ങുന്നു. രാത്രിയും പകലും അധ്വാനിച്ചിട്ടും കർത്താവെ, കുടുംബത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയാത്തതിൻ്റെ നിസ്സഹായത നീ കാണണമേ. കർത്താവെ, കടഭാരങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ. സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് വിടുതൽ നൽകണമേ. അതിൻ്റെ കാരണങ്ങൾ എടുത്തു നീക്കണമേ. കുടുംബങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഉറങ്ങാൻ കഴിയാത്തവരുടെ വേദന കാണണമേ. കർത്താവെ, കടം വാങ്ങി ഇത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ അപമാന ഭാരം നീ കാണണമേ. കർത്താവെ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയാത്തതിന്റെ നിസ്സഹായതയുടെ വേദന നീ കാണണമേ. ഓ, വിടുതലിന്റെ ആത്മാവിനെ നീ അയക്കണമേ. കുടുംബങ്ങൾ ബന്ധനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കപ്പെടട്ടെ. നിന്റെ കാൽവരിയിലെ കുരിശുമരണത്തിന്റെ യോഗ്യതയാൽ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ശാപത്തിന്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. ശാപത്തിന്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. സാമ്പത്തിക തകർച്ചകൾ വിട്ടുപോകട്ടെ. ഐശ്വര്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പുതിയ വരുമാന മാർഗങ്ങൾ വെളിപ്പെടപ്പെടട്ടെ. അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ. താങ്ക് യു ജീസസ്. യേശുവേ, താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ, സ്തോത്രം, കർത്താവേ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah.